ഞാൻ ചേന്നമംഗലൂർ സ്വദേശി ഒടിഞ്ഞാട്ട് മോയി മുസ്ലിയാർ മകൻ അഹമ്മദ് കുട്ടി എന്നാണ് എൻ്റെ പേര്. എനിക്ക് ഇപ്പോൾ 73 വയസ്സ് കഴിഞ്ഞ് 74ാമത്തെ വയസ്സാണ്. 1992 മുതൽക്ക് എൻ്റെ ഒരു കാലിൻ്റെ മുട്ടിന് നടക്കാൻ കഴിയാത്ത രീതിയിൽ വേദനയായി. ആയുർവേദത്തിൽ ഏത് മുതൽക്ക് ഏത് വരെ ചികിത്സ ചെയ്ത് എന്ന് പറയാൻ പോലും കഴിയാത്ത രീതിയിൽ അതിന് മാത്രം ആയുർവേദത്തിലുള്ള ചികിത്സ എണ്ണിക്കൊയമ്പും തേപ്പുമായി 9 മാസം ചെയ്തതാണ്. കൂടാതെ നാട്ടിലെ വൈദ്യന്മാർ കുറെ അധികം ചെയ്ത് അതിന്റെ പുറമെ ഒരു ആദിവാസി ഉണ്ട് വയനാടിന്റെ അടുത്തുള്ള കണിയാമ്പറ്റക്കടുത്ത് ഏച്ചോബ് എന്ന സ്ഥലത്ത് ഒരു വൈദ്യൻ, അദ്ദേഹത്തിന്റെ ചികിത്സയും ഒരു 6 മാസം ചെയ്ത് എൻ്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യയുടെ അനിയത്തിന് കല്യാണം കഴിച്ച ഒരു ഡോക്ടർ സാജിദ് ENT സ്പെഷ്യലിസ്റ്റ്, അദ്ദേഹം പറഞ്ഞ് മലബാർ ഹോസ്പിറ്റൽ മഞ്ചേരി ഇത് ശരിയായി പഠിച്ചു വന്ന ഡോക്ടർ ഹൈദർ എന്ന ഡോക്ടറുണ്ട്, നിങ്ങൾ വെറുതെ കോയമ്പത്തൂരും അവിടെ ഇവിടെയും പോകണ്ടാന്ന്. ഇത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. കാരണം കോയമ്പത്തൂർ നേരത്തെ പരിചയം എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു. കോവൈ ഹോസ്പിറ്റലിൽ പോയിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയ ഓപ്പറേഷൻ കോവൈ ഹോസ്പിറ്റലിൽ എൻ്റെ മൂത്ത മകന് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വെള്ളം പറക്കാത്തത് കൊണ്ട് ഞങ്ങൾ ഒന്നായിട്ടായിരുന്നു പോയിരുന്നത്. ഭാര്യ പറഞ്ഞു ഇത് സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് മഞ്ചേരി പോവാം. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി പോയി. മഞ്ചേരി നിന്ന് 1997 ചെയ്ത് വന്ന് കാല് വളരെ സുഖമായി. ഇത് സുഖമായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു ബടി ഉപയോഗിച്ച് നടക്കും. വലത്തെ കാലിന് തുടങ്ങിയ വേദന ഇനി താമസിക്കണ്ട എന്ന് വിചാരിച്ച അടുത്ത കൊല്ലം 1997 ഡിസംബർ 27 അതേ ഹോസ്പിറ്റൽ മലബാർ ഹോസ്പിറ്റലിന് ഡോക്ടർ ഹൈദർ സാഹിബ് അതുകൂടി ചെയ്തു വന്ന് ഒരു 6 മാസത്തോളം ഏകദേശം ഒരു റെസ്റ്റും ചെറിയ ഒരു ബടി ഉപയോഗിച്ചിട്ടുള്ള നടത്തും കൂടിയായി. ഇപ്പം ഇരുന്ന് നിസ്കരിക്കണം. ഇരുന്നിട്ട് അതായത് മുട്ടിന്റെ താഴോട്ടുള്ള 99% ഇപ്പൊ കാല് മടങ്ങുള്ളൂ. ഇതേമാതിരി ഇപ്പൊ അത് പൂർണ്ണ സുഖമാണ്. എൻ്റെ കാലിന്റെ നടത്തം കണ്ടിട്ട് ആ കാലഘട്ടത്തിലെ ഞാൻ പറഞ്ഞു തുടങ്ങി അതും കൂടി ചെയ്താൽ ഈ KT മൗലവി എന്ന് അദ്ദേഹം എൻ്റെ ക്ലാസ്മേറ്റാണ്, എൻ്റെ പ്രായമാണ്. അയാൾ പോയി അയാൾ കാൽ ചെയ്തെന്ന് അന്ന് മുതൽ അയാൾ വീട്ടിൽ കിടപ്പായിരുന്നു. ഇപ്പൊ അയാൾ അങ്ങാടി പോയിട്ട് മീൻ വാങ്ങലുണ്ട്, അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങും. ഇത് കണ്ട ഉടനെ എൻ്റെ അയൽവാസിയും എൻ്റെ ക്ലാസ്മേറ്റുമായ KT ഉണ്ണിമൊഴി ഹാജി എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തീരെ എണീറ്റ് നടക്കാനും മറ്റും കഴിയില്ലായിരുന്നു. അവരും പോയി ചെയ്തു പോകുന്നു. ഇപ്പം ഒരു 3 മാസത്തോളമായി KT ഹസൻ നാസർ എന്ന മനുഷ്യനെ ഇതേമാതിരി തന്നെ അവരൊക്കെ ചെയ്തത് 2 കാലും ഒരേ സമയത്താണ്. എൻ്റെ 2 പ്രാവശ്യം. അതിന് കാരണം എൻ്റെ 2 കാലിന് വേദന ഇല്ലായിരുന്നു, ഒരു കാലിന് വേദന ഇല്ലായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു അവർക്കൊക്കെ 2 കാലും മൂത്ത് എൻ്റെത് കണ്ട് എന്നോട് വിവരം അന്വേഷിച്ച് ഞാൻ വിവരങ്ങൾ കൊടുത്തതനുസരിച്ച് അവരും പോയി ചെയ്തു. ഇത് കഴിഞ്ഞാൽ ബാത്റൂം അല്ല ഞാൻ ഇനി പോകാത്തൊരു സ്ഥലവും എവിടെയില്ല. ഇപ്പം തന്നെ ഈ വന്നവരുടെ അടുത്തേക്ക് തന്നെ പോകാൻ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഞാൻ നല്ല കയറ്റമൊക്കെ കയറി നടന്നു പോയിട്ടാണ് അവരെ ക്ഷണിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്.